രണ്ടാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ മന്ത്രിമാരുടെ പ്രതിഷേധം. വിവാദം തുടരുന്നത് സർക്കാരിന്റെ വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. ഭരണഘടനാ സ്ഥാപനത്തിൽ ഇന്ത്യക്കെതിരില്ലാത്ത ഏത് ചിത്രവും വെക്കാം എന്നാണ് BJPയുടെ വാദം. ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ. സർക്കാർ സ്വീകരിച്ച നിലപാട് ഗവർണർക്ക് ബോധ്യപ്പെട്ടുവെന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. എന്നാൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പുരസ്കാരദാന ചടങ്ങിലും ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടന്നതോടെ വീണ്ടും വിവാദം തലപൊക്കുകയാണ്. സർക്കാർ മറുപടി കൊടുക്കാത്തതുകൊണ്ടാണ് വിവാദം ആവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. അന്ന് ഗവൺമെൻറ് പറയണ്ടേ, രാജ്ഭവൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കേന്ദ്രമല്ല, ഈ സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ ഹെഡ് താമസിക്കുന്ന സ്ഥലമാണ്, ഔദ്യോഗിക സ്ഥലമാണ്. അവിടെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുള്ള വേദിയാക്കരുത് എന്ന് ശക്തമായി സംസ്ഥാന ഗവൺമെൻറ് പ്രതിഷേധം അറിയിക്കണം രാജ്ഭവനിൽ. അത് ചെയ്തില്ല, അതുകൊണ്ടാണ് അത് ആവർത്തിക്കപ്പെടുന്നത്. എന്നാൽ ഭാരതാംബ വിവാദത്തിൽ രാജ്ഭവന് പിന്നിൽ അണിനിരക്കുകയാണ് BJP നേതൃത്വം. ഭാരത് മാത എന്നുള്ള സങ്കല്പത്തോടല്ല ഞങ്ങളുടെ എതിർപ്പ്. അങ്ങനെയുള്ളൊരു ചിത്രം, ഒരു സ്ത്രീ രൂപം വരുന്നതിനല്ല എതിർപ്പ്. കാവ്യക്കൊടി പാടില്ല, കാവ്യ വസ്ത്രമാണ് അണിയേണ്ടത് എന്നാണെങ്കിൽ അങ്ങനെ കാവ്യ വസ്ത്രം അണിഞ്ഞിട്ടുള്ള ഭാരത് മാതയെ കൊണ്ടുവരട്ടെ. രാജ്ഭവനിലെ ചടങ്ങുകൾ ഭരണഘടനാനുസൃതമാകണമെന്ന് നിയമമന്ത്രി P. രാജീവ് ആവശ്യപ്പെട്ടു. പൊതുപരിപാടികളിലും രാജ്ഭവനും അത്തരം ഇതിൻ്റെ പ്രചാരവേദിയായി ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി തന്നെ തെറ്റാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിനെതിരാണ്. അദ്ദേഹം അത് തിരുത്തേണ്ടതാണ്. ഭരണഘടനാപരമായി പദവിയിലിരിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനായിട്ട് ഗവർണർ തയ്യാറാകേണ്ടതുണ്ട്. രാജ്ഭവനെ RSS കാര്യാലയമാക്കണമെന്ന വിടുവാശിയിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ഭരണഘടനയേക്കാൾ വലുതാണോ വിചാരധാരയെന്ന് ഗവർണർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം.